BIM-MEP ഫീൽഡിൽ ഇന്റർവ്യൂ സ്ട്രക്ചർ എങ്ങനെ എന്നുള്ളത് പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു MNC പെർസ്പെക്റ്റീവില് എങ്ങനെയായിരിക്കും ഒരു BIM-MEP ഫീൽഡിൽ ഇന്റർവ്യൂ സ്ട്രക്ചർ ചെയ്യുക, ഏതൊക്കെ സ്റ്റേജസ് ആയിരിക്കും, ഓരോ സ്റ്റേജസിലും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. മൈ നെയിം ഈസ് റമീസ്. ഐ എം ദ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് MyOC. അപ്പൊ നമുക്ക് നോക്കാം, 3 ലെവലായിട്ടാണ് ഈ BIM-MEP ഇൻഡസ്ട്രിയിൽ ഇന്റർവ്യൂ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് HR റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ടെക്നിക്കൽ റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ടൂൾ ടെസ്റ്റ് ആയിരിക്കും. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ചില കേസിൽ ടൂൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കാം ടെക്നിക്കൽ റൗണ്ട്, ചിലതിൽ ടെക്നിക്കൽ റൗണ്ട് കഴിഞ്ഞിട്ടായിരിക്കാം ടൂൾ ടെസ്റ്റ് വരുന്നുണ്ടാവുക. ഡിപ്പെൻഡ്സ് ഓൺ MNC, അതേപോലെ കമ്പനീസ് അനുസരിച്ച് ഈ സ്ട്രക്ചർ മാറ്റം വരുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകാം, അതായത് HR റൗണ്ട്. ഈ ഒരു റൗണ്ടിലേക്ക് എത്തുന്നതിന്റെ മുന്നേ നമ്മൾ പല റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളെ ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നമ്മൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റെഫറൻസ് ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഏത് കേസിലൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അറ്റ് ദ എൻഡ് അൾട്ടിമേറ്റ്ലി നമ്മുടെ CV അവിടെ HR അടുത്ത് എത്തുന്നുണ്ടാവും, എല്ലാ സ്ക്രൂട്ടിനിയും കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ അതൊരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ത്രൂ ഒക്കെ ആണ് പോകുന്നത് എന്നുണ്ടെങ്കിലും അവിടെയും കുറച്ച് ലെവല് നമ്മൾ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഈ രീതിയിൽ HR അടുത്ത് നമ്മുടെ CV കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ബേസിക്കലി നമ്മൾ, അതായത് ഞാൻ എന്ന് പറഞ്ഞ ഒരു കാൻഡിഡേറ്റ് അവരുടെ കമ്പനി ആയിട്ടുള്ള JD ആയിട്ട് റോളായിട്ട് ഇനീഷ്യൽ ലെവലിൽ അത് മാച്ച് ആവോ, അല്ലെങ്കിൽ ഇന്റർവ്യൂ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാൻഡിഡേറ്റ് കുറച്ചെങ്കിലും ഓക്കെ ആവോ എന്നുള്ള കേസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ HR റൗണ്ട് വെക്കുന്നത്. ഇനീഷ്യലി ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇനീഷ്യൽ ലെവൽ ഓഫ് സ്ക്രൂട്ടിനി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ പറഞ്ഞ പോലെ ഈ റൗണ്ട് പാസ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഡെഫിനറ്റ്ലി അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, സെക്കൻഡ് റൗണ്ടിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 റൗണ്ട് വരാം. ചിലപ്പം അത് എന്താവാം, ടെക്നിക്കൽ റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താവാം, ടൂൾ ടെസ്റ്റ് ആവാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ടെക്നിക്കൽ റൗണ്ട് ഓഫ് ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഞാൻ സംസാരിക്കാം. അതായത് ഈ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ ആൾക്കാരെ എന്ത് ചെയ്യും, ടെക്നിക്കൽ റൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഹയർ ലെവലിൽ വരുന്ന ലീഡ് ആവാം, മാനേജർ ആവാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അതിലും ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ ടെക്നിക്കൽ റൗണ്ട് ഓഫ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഇതിൽ ബേസിക്കലി ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ BIM-MEP റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ പരമായിട്ടുള്ള അല്ലെങ്കിൽ മോഡലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനിയിപ്പോൾ അത് ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റഡ്, ഈ ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ലൈറ്റിംഗ് ഡിസൈൻ, അതിന്റെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ LV സൈഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ടെക്നിക്കലി അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, നോക്കുന്നുണ്ടാവുക. അപ്പം ഈ ഒരു റൗണ്ട് പാസ്സായി കഴിഞ്ഞാലായിരിക്കും എന്ത് വരുന്നുണ്ടാവുക, ടൂൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റൗണ്ട് വരുന്നുണ്ടാവുക. ഈ ടൂൾ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു കമ്പനിയിലേക്ക് അവർ നമ്മൾ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജോബ് റോളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ ഒരു ടാസ്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരാൾ അവിടെ ഓൺ ബോർഡ് ചെയ്യുന്നതിന്റെ മുന്നേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടൂൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ടാസ്ക് എന്താണോ ആ ടാസ്ക് ആയിരിക്കും നമുക്കിപ്പം, ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാൻഡിഡേറ്റ് ആണ്, എനിക്ക് ഏകദേശം 1.5 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം കമ്പനി എന്ത് തരുന്ന വെച്ച് കഴിഞ്ഞാൽ 1.5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാള് 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയ പോർഷൻ ഓഫ് ടാസ്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അസൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പം അവരത് എനിക്ക് തരും, എനിക്കൊരു 1 അവർ ടൈം അലോട്ട് ചെയ്ത് തരും. ഞാനത് എത്ര സമയം കൊണ്ടാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അവർ നോക്കുന്നുണ്ടാവും. അപ്പൊ അതെങ്ങനെ മെഷർ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് 1 അവറിലുള്ള ടാസ്ക് ഞാൻ 45 to 50 മിനിറ്റ്സ് കൊണ്ട് ഞാനത് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഞാൻ അത്രത്തോളം സ്കിൽഡ് ആണ്, ഫാസ്റ്റ് ആണെന്നുള്ളത് അവർക്ക് എന്നെ മെഷർ ചെയ്യാൻ പറ്റും ഈ രീതിയിൽ. ഇനി അതല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ടാസ്ക് 1 മണിക്കൂർ എടുത്തിട്ട് നമ്മൾ ഒരു 50% മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ അത്ര സ്കിൽഡ് അല്ല അല്ലെങ്കിൽ അത്ര എക്സ്പെർട്ടിസം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുക. അപ്പം ഈ രീതിയിൽ ഇപ്പം സെക്കൻഡ് കേസ് പറഞ്ഞ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1 മാസം കൊണ്ട് തീർക്കേണ്ട വർക്ക് ആണെങ്കിൽ ഇപ്പം ഈ 1 മണിക്കൂർ കൊണ്ട് 50% ആണ് കംപ്ലീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 മാസം എടുക്കും. അപ്പൊ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം 2 മാസം സാലറി കൊടുക്കുന്ന പോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഇത്തരം കേസിൽ കാൻഡിഡേറ്റ്സിന്റെ പ്രോപ്പർ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ടൂൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം ടൂൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അതിൽ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ ടെക്നിക്കൽ റൗണ്ടിലോ HR റൗണ്ടിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. കാരണം ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ഓൺ ടൈമിന് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈമിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് അവർക്ക് വേണ്ടത്. ഇത്തരം കാൻഡിഡേറ്റ്സ്
പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റർവ്യൂവിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൂൾ ടെസ്റ്റിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കമ്പനി ആണെങ്കിലും അവർ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ആ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പം ഇതാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ ഈ ഒരു BIM-MEP ഇൻഡസ്ട്രിയിൽ MNCs ഫോളോ ചെയ്യുന്ന 3 ലെവൽ ഓഫ് ഇന്റർവ്യൂ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം കമ്പനി ടു കമ്പനി ഇതിൽ മാറ്റങ്ങൾ വരാം. അപ്പം ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പം ഈ രീതിയിൽ ഈ 3 ലെവൽ ഓഫ് ഇന്റർവ്യൂസും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്കില്ലിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. കൂടുതൽ MEP റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ BIM റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ടൈം ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.